ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമുക്ക് സങ്കര ഇനങ്ങൾ എന്ന ടോപ്പിക്കാണ് മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ളത്. നമ്മൾ പവർ ക്യാപ്സ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ പവർ ക്യാപ്സ്യൂളിൽ പഠിച്ചു പോകുന്ന ഓരോ ടോപ്പിക്സും നമ്മൾ ഇതുപോലെ മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്നൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ മോക്ക് ടെസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പഠിക്കുക. ആദ്യം പവർ ക്യാപ്സ്യൂൾ കാണാം. അതായത് പവർ ക്യാപ്സ്യൂൾ കാണാത്തവരാണെങ്കിൽ പവർ ക്യാപ്സ്യൂളിന്റെ ക്ലാസ് കണ്ട് അതിലെ ഓരോ ടോപ്പിക്കുകളും പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതാവുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാവും. പിന്നെ ഈ മോക്ക് ടെസ്റ്റിന്റെ സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്നറിയും, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ അത് കോഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് റിവിഷൻ ചെയ്ത് ഇവിടുന്ന് തന്നെ പഠിച്ചു പോകാനും പറ്റും. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ആദ്യം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങളായിട്ട് മാർക്ക് ചെയ്യുക, അതായത് നിങ്ങളായിട്ട് ആൻസർ ചെയ്യുക. എത്ര എണ്ണം തെറ്റുന്നുണ്ട് നോക്കുക. തെറ്റുന്ന ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റാൻ സാധ്യത വളരെ കുറവാണ്, അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റിവിഷന്റെ കൂടെ അതായത് ഒന്നുകൂടെ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആവും. അപ്പൊ അധികം ഒന്നും പറയുന്നില്ല. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ അധികം ഒന്നും പറയാൻ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും മാത്രം പറഞ്ഞു പോവാം. ആദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ നെല്ലിന്റെ സങ്കര ഇനത്തിൽ പെടാത്തത് ഏത്? നമ്മൾ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിനൊരു ഗ്രൂപ്പ് ആക്കിയിട്ടൊക്കെ പഠിച്ചു പോയതാണ് അല്ലെ. അപ്പോൾ നെല്ലിന്റെ സങ്കര ഇനത്തിൽ പെടാത്തത്, അതായത് നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഇതിലേതാണ്? നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താഴെ തന്നിരിക്കുന്നതിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മാലികയാണ് അല്ലെ. ഏതാണ്? മാലികയാണ്. ഇത് ഏതിന്റെ ആണെന്നും പിന്നെ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് അടുത്ത സെറ്റിൽ പറഞ്ഞു പോവാം. ആദ്യം ഒരു സെറ്റ് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറഞ്ഞു പോയി അതിനുശേഷം ഒരു വട്ടം കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് റിവിഷൻ ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഒന്നും പഠിക്കാനുള്ളതൊക്കെ നമ്മൾ പഠിച്ചു പോകും. അപ്പൊ ഇത് ഇപ്പൊ ആൻസർ ചെയ്യുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നെല്ലിന്റെ സങ്കര ഇനത്തിൽ പെടാത്തത് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് മാലിക. ഇതില് മാലികയാണ് നെല്ലിന്റെ സങ്കര ഇനത്തിൽ പെടാത്തത്. ബാക്കിയൊക്കെ ഇതില് നെല്ലിന്റെ സങ്കര ഇനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പച്ചമുളകിന്റെ പ്രധാന സങ്കര ഇനം? ലോല, ഭാഗ്യലക്ഷ്മി, അനുഗ്രഹ, അനാമിക. ഏതാണ്? ലോല, ഭാഗ്യലക്ഷ്മി, അനുഗ്രഹ, അനാമിക. നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ് പച്ചമുളകിന്റെ. ഓർത്തെടുക്കാൻ ടൈം കിട്ടിയല്ലോ. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഏതാണ്? അനുഗ്രഹയാണ്. ഓപ്ഷൻ സി, അനുഗ്രഹയാണ് പച്ചമുളകിന്റെ. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ പച്ചമുളകിന്റെ ഒരു പ്രധാന സങ്കര ഇനമാണ് അനുഗ്രഹ. നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിച്ച കാര്യമാണ് അല്ലെ. ഓർമ്മയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം എന്താണ്? അനുഗ്രഹയാണ് കേട്ടോ. അനുഗ്രഹ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായ ജോഡി, ഈ ജോഡികളിൽ ഒരെണ്ണം തെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നപൂർണ്ണ നെല്ല്, അതെന്താണ്? അന്നപൂർണ്ണ നെല്ലിന്റെ സങ്കരയിനാണോ? അത് ശരിയാണ്. മാലിക പയർ, നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിച്ച ഒരു കാര്യമാണ് അല്ലെ. മാലിക പയറ്. ഭാഗ്യലക്ഷ്മി വെണ്ട, ജ്വാലമുഖി പച്ചമുളക്. ഇതിൽ ഏതാണ് തെറ്റായ ഒരു ജോഡി കിടക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ഭാഗ്യലക്ഷ്മി വെണ്ട എന്നത് തെറ്റാണ്. ഭാഗ്യലക്ഷ്മി വെണ്ട എന്നത് തെറ്റാണ്. അപ്പൊ വെണ്ടയുടെ സങ്കരയിനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇനി ഓർമ്മ ഇല്ലെങ്കിൽ നമ്മളൊന്ന് റിവിഷൻ ചെയ്തു വരുമ്പോൾ നമുക്കൊപ്പം പറഞ്ഞു പോവാം. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതാണ് ഇതിൽ തെറ്റായ ജോഡി. വെണ്ടയുടെ സങ്കരമിനം അല്ല ഭാഗ്യലക്ഷ്മി. ഏതിന്റെ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പച്ചമുളകിന്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏത്? പച്ചമുളകിന്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏതാണ്? ഭാഗ്യലക്ഷ്മി, ജ്വാലമുഖി, ഉജ്ജ്വല, അനുഗ്രഹ. ഇതിൽ ഏതാണ് പച്ചമുളകിന്റെ സങ്കര ഇനത്തിൽ പെടാത്ത ഒരെണ്ണം? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി ഏതിന്റെ അല്ല? പച്ചമുളകിന്റെ സങ്കര ഇനം അല്ല. ഓക്കെ, ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വഴുതനയുടെ പ്രധാന സങ്കര ഇനം ഏത്? ഇതിൽ ഏതാണ് വഴുതനയുടെ പ്രധാന സങ്കര ഇനം? ഭാഗ്യലക്ഷ്മി, പവിത്ര, നീലിമ, സൽകീർത്തി. ഇതിൽ ഏതാണ് വഴുതനയുടെ പ്രധാന സങ്കര ഇനം? ഏതാണ്? നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നോക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ഇതിൽ വഴുതനയുടെ പ്രധാന സങ്കര ഇനം ഏതാണ്? നമ്മൾ പഠിച്ചത് നീലിമയാണ് അല്ലെ. നീലിമ. വേറെയും കുറെ എണ്ണം പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആൻസർ ആവും. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് കണക്ട് ചെയ്ത് എന്തായാലും പഠിച്ചു പോകാം. എന്തായാലും എനിക്ക് കണക്ട് ചെയ്ത് പറയാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ വരുമ്പോൾ നമ്മൾ ഓരോന്നും കണക്ട് ചെയ്ത് പറഞ്ഞു പോകും. അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വെണ്ടയുടെ പ്രധാന സങ്കര ഇനം ഏത്? ഏതാണ്? ജ്യോതിക, അക്ഷയ, ലക്ഷഗംഗ, അർക്ക.
ഇതിൽ വെണ്ടയുടെ പ്രധാന സങ്കര ഇനം ഏതാണ്? നമ്മുടെ കണക്ഷൻ ഒക്കെ ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസറിൽ എത്തിയിട്ടുണ്ടാവും. ഏതാണ് വെണ്ടയുടെ പ്രധാന സങ്കര ഇനം? ഏതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ? ഏതാണ് ഓപ്ഷൻ ഡി ആണ്, അർക്കയാണ് കേട്ടോ. അർക്കയാണ് വെണ്ടയുടെ പ്രധാന സങ്കര ഇനം. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ വെണ്ടയുടെ പ്രധാന സങ്കര ഇനമാണ് അർക്ക. ഓക്കെ, അർക്ക. അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെങ്ങിന്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏത്? ഇതിൽ ഒരെണ്ണം തെങ്ങിന്റെ സങ്കര ഇനം അല്ല. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ്. ചന്ദ്രലക്ഷ, സൽകീർത്തി, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. ഇവയിൽ ഏതാണ് തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത്? ഏതാണ്? നമുക്കൊക്കെ അറിയാം, അത് സൽകീർത്തിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ്, സൽകീർത്തിയാണ് നമ്മുടെ ഉത്തരം. അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തക്കാളിയുടെ സങ്കര ഇനം അല്ലാത്തത് ഏത്? ഇതിൽ ഒരെണ്ണം തക്കാളിയുടെ സങ്കര ഇനം അല്ല. അപ്പൊ ഏതൊക്കെയാണ് തക്കാളിയുടെ സങ്കര ഇനങ്ങൾ എന്ന് അറിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. അപ്പൊ തക്കാളിയുടെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? അക്ഷയ, സുവർണ, മുക്തി, അനഘ. ഏതാണ്? ഇതിൽ നമുക്കൊക്കെ അറിയാം ഏതാണ് തക്കാളിയുടെ സങ്കര ഇനം അല്ലാത്തത്? അത് സുവർണയാണ് അല്ലെ. ഓപ്ഷൻ ബി, സുവർണയാണ് നമ്മുടെ ഉത്തരം. സുവർണ ഏതിന്റെ? തക്കാളിയുടെ സങ്കര ഇനം അല്ല. അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ഇതിൽ തെറ്റായത് കുറെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ശരിയായ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ആ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ഹ്രസ്വ വെണ്ട, ഇതെന്താണ്? തെറ്റാണ്. ഹ്രസ്വ വെണ്ടയല്ല. ലോല നെല്ല്, ഇതും തെറ്റാണ്. ഹരിത വഴുതന, അതെന്താണ്? ഹരിത വഴുതന ശരിയാണ് അല്ലെ. ഹരിത വഴുതന ശരിയാണ്. നീലിമ തക്കാളി, ഇതും തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായത് ഏതാന്ന് ചോദിച്ചാൽ വഴുതന. ഹരിത വഴുതനയുടെ സങ്കര ഇനമാണ്. ഓക്കെ, അപ്പൊ അത് കിട്ടുമല്ലോ. ഹരിത വഴുതനയുടെ സങ്കര ഇനമാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായത് മാത്രം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായത്, നേരത്തെ നമ്മൾ ശരിയായത് മാത്രം കണ്ടെത്തി, ഇതിൽ തെറ്റായത് മാത്രം കണ്ടെത്തുക. സുവർണ നെല്ല്, സുവർണ നെല്ല്. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ആദ്യം എങ്ങനെ ആൻസർ ചെയ്യുക? അതായത് ഇതിൽ നമ്മളോട് എന്താ തെറ്റായത് മാത്രം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയാണ്. സുവർണ നെല്ലിന്റെ സങ്കര ഇനമാണ്. പിന്നെ ലക്ഷഗംഗ തെങ്ങിന്റെ സങ്കര ഇനമാണ്. പിന്നെ സൂര്യ വഴുതനയുടെ സങ്കര ഇനമാണ്. ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഇനി ഒറ്റ ഓപ്ഷൻ അല്ലേ നമുക്ക് പഠിക്കാവുള്ളൂ. അത് ഡി ആണ്. ഉത്തരം ഡി ആണ്. ഇതൊക്കെ ശരിയാണ്. അതായത് ഉത്തരം ശരിയാണല്ല, ഇതൊക്കെ ശരിയായതാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് തെറ്റായത് കണ്ടെത്താനാണ്. അപ്പൊ ഇതിൽ തെറ്റായത് ഏതാണ്? പച്ചമുളകാണ്. ഓക്കെ, അക്ഷയ പച്ചമുളകിന്റെ സങ്കര ഇനം അല്ല. അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പലതരം കോഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിപ്പിച്ച് തന്ന കാര്യമാണ്. അപ്പൊ ഈ കോഡുകളൊക്കെ മനസ്സിൽ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫുൾ മാർക്ക് എന്തായാലും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ക്ലാസ് കണ്ട് അറ്റൻഡ് ചെയ്തവർക്കാണെങ്കിൽ സമാധാനത്തിൽ ക്വസ്റ്റ്യൻ വായിച്ച് അതായത് നല്ല മൈൻഡ് സെറ്റോടുകൂടെ ധൃതി വെക്കാതെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് 10ൽ 10 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ 10 മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നും നോക്കാം. അതുമായി ബന്ധപ്പെട്ട കണക്ഷനൊക്കെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് നല്ലൊരു റിവിഷനും ആവും. ഇനി അതായത് ക്ലാസ് കാണാൻ ആരെങ്കിലും വിട്ടുപോയിട്ട് ഇത് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചവരാണെങ്കിൽ അവർക്കും നല്ലൊരു പോയിന്റ്സ് കിട്ടും. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നെല്ലിന്റെ സങ്കര ഇനത്തിൽ പെടാത്തത് ഏത്? ഏതൊക്കെയാണ് നെല്ലിന്റെ സങ്കര ഇനങ്ങൾ? ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ അല്ലെ. ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, അന്നപൂർണ, സുവർണ. ഓക്കെ, ഇതിലില്ലാത്തത് ഏതാണ്? ഹ്രസ്വ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തതാണ്? അന്നപൂർണ. അന്നം, നെല്ല് നമ്മുടെ അന്നമാണ് എന്നത് വെച്ച് നമ്മൾ കണക്ട് ചെയ്തതാണ് അല്ലെ. നെല്ല് നമ്മുടെ അന്നമാണ്. പിന്നെ ആ ഗ്രൂപ്പിനെ നമ്മൾ ഒപ്പം പഠിച്ചാൽ മതി. അതായത് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ, ഇതൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ഒരാളാണ് അന്നപൂർണ. അയാളെ വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് ഈ 4 ആളുകളെയും കിട്ടും. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഓക്കെ, ഈ സുവർണ പിന്നെ നമുക്ക് പഠിക്കാണ്ട് അല്ലേ. വിറ്റാമിൻ എ ഏത് അരിയിൽ നിന്നുമാണ് വിറ്റാമിൻ എ, ഏത് നെല്ലിൽ നിന്നുമാണ് വിറ്റാമിൻ എ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗോൾഡൻ റൈസ് അഥവാ സുവർണ അരിയിൽ നിന്നുമാണ്. ഓക്കെ, അപ്പൊ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ എന്നിവയാണ് നെല്ലിന്റെ പ്രധാന സങ്കര ഇനങ്ങൾ. ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പച്ചമുളകിന്റെ പ്രധാന സങ്കര ഇനം? ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏതാ? അനുഗ്രഹയാണ് അല്ലെ. നമ്മുടെ ഉത്തരം അനുഗ്രഹയാണ് അല്ലെ. പച്ചമുളകിന്റെ പ്രധാന സങ്കര ഇനം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഉജ്ജ്വല, ജ്വാല, ജ്വാലമുഖി, അനുഗ്രഹ. ഓക്കെ, ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. പ്രധാനമായിട്ട് ഈ 3 പഠിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ വരുന്നതാണ് ഈ ജ്വാല.
നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉജ്ജ്വലം, ജ്വാല അല്ലെ, ഉജ്ജ്വലം, ജ്വാല എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ പഞ്ചസാര ഐസ് കട്ട എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ നമുക്ക് എന്തുണ്ടാവും? അനുഗ്രഹം. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ ഉജ്ജ്വല, ജ്വാല, ജ്വാലമുഖി, അനുഗ്രഹ. എന്താണ് ഉജ്ജ്വല? മുളക് അടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഉജ്ജ്വലം. അത് വെച്ച് കണക്ട് ചെയ്താൽ തന്നെ ഉജ്ജ്വല, ജ്വാലമുഖി, ജ്വാല അതൊക്കെ കിട്ടും. പിന്നെ എന്താണ്? ഐസ് കട്ട എന്തെങ്കിലും എടുത്ത് വായിലിട്ട എന്ത് കിട്ടും? അനുഗ്രഹം അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹം പച്ചമുളകിന്റെ സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ഈ ജോഡികളിൽ ഏതാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? അന്നപൂർണ നെല്ലാണ് നമ്മൾ പഠിച്ചു. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ ഇതൊക്കെ നെല്ലാണ്. അപ്പൊ അന്നപൂർണ നെല്ല് ശരിയാണ്. മാലിക ഇതും നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചതാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇത് ഏതിന്റെയാണ്? ഇത് പയറിന്റെയാണ് അല്ലെ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഒരു വട്ടം കൂടെ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഇത് കണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അവിടുന്ന്. അപ്പൊ ക്ലാസ് കാണാത്തവരാണെങ്കിൽ റിക്വസ്റ്റ് ആണ്, ക്ലാസ്സുകൾ പോയി കാണുക. പവർ ക്യാപ്സ്യൂളിന്റെ ഓരോ ക്ലാസ്സും പോയി കണ്ട് ഓരോ ടോപ്പിക്സും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഓരോ പോയിന്റ്സും അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പാട്ട് പോലെയൊക്കെ പഠിപ്പിച്ച് തന്നതാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അത് കണക്ട് ചെയ്യാൻ നമ്മൾ എന്താണ് പറഞ്ഞത്? മാല അല്ലെ. പയറ് മാല പോലെ ഇടുന്നത് ആലോചിച്ചാൽ മാലിക കണക്ട് ചെയ്യാം. അപ്പൊ ഇതും ശരിയാണ്. ഇനി ഭാഗ്യലക്ഷ്മി വെണ്ട. ഈ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി ഏതിന്റെയാണ്? പയറിന്റെ തന്നെയാണ്. ഓക്കെ. ഭാഗ്യലക്ഷ്മി പയറിന്റെ സങ്കര ഇനമാണ്, വെണ്ടയുടേതല്ല. അപ്പൊ ഇത് തെറ്റാണ്. ജ്വാലമുഖി അല്ലെ. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ ഇതൊക്കെ ഏതിന്റെയാണ്? പച്ചമുളകിന്റേതാണ്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ കിട്ടിയല്ലോ. ഭാഗ്യലക്ഷ്മി ഏതിന്റേതാണ്? പയറിന്റേതാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതും ക്ലിയർ ആയി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ പച്ചമുളകിന്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത്. പച്ചമുളക് നമ്മൾ പഠിച്ചല്ലോ. ഉജ്ജ്വലം, ജ്വാലമുഖി ഇല്ലേ. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ ഭാഗ്യലക്ഷ്മി വരില്ല. ഭാഗ്യലക്ഷ്മി ഏതിന്റെ നമ്മൾ പഠിച്ചു? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അതിൽ മാലിക വെച്ച് കണക്ട് ചെയ്താൽ തന്നെ അവരെല്ലാരും കിട്ടും. മാലിക എങ്ങനെയാണ്? മാല പോലെ പയറിടുന്നത് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പൊ മാലിക, ഭാഗ്യലക്ഷ്മി ഏതിന്റേതാണ്? പയറിന്റെ സങ്കര ഇനമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വഴുതനയുടെ പ്രധാന സങ്കര ഇനം ഏത്? ഓക്കെ. വഴുതന ഞാൻ വഴുക്കി വീഴുന്നത് ആലോചിക്കണം അല്ലെ. ബാത്റൂമിൽ ഉജാല പോയിരിക്കുന്നത്, ആ ഉജാല നീല കളർ ഉജാലയാണ്. അപ്പൊ അതിൽ വഴുക്കി വീഴുന്നത് കണക്ട് ചെയ്താൽ നീലിമ കിട്ടും. ഓക്കെ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇതാണ് വഴുതനയുടെ പ്രധാന സങ്കര ഇനങ്ങൾ. ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത ഇതൊന്നുമില്ല കേട്ടോ. ഭാഗ്യലക്ഷ്മി, പവിത്ര ഒന്നുമില്ല. ഭാഗ്യലക്ഷ്മി ഏതിന്റെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു? പയറിന്റേതാണ്. പവിത്ര ഏതിന്റെയാണ്? നെല്ലിന്റേതാണ്. ലാസ്റ്റ് സൽകീർത്തി, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി വെണ്ടയുടേതാണ്. സൽകീർത്തി. അപ്പോ നീലിമയാണ് വഴുതനെ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇതാണ് ഏതിന്റെ? വഴുതനയുടെ സങ്കര ഇനങ്ങൾ. അതിൽ നീലിമ വെച്ച് കണക്ട് ചെയ്താൽ നീല ഉജാല വെച്ച് അതിൽ വഴുക്കുന്നത് കണക്ട് ചെയ്യുക. വഴുതന. ഓക്കെ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വെണ്ടയുടെ പ്രധാന സങ്കര ഇനം ഏത്? ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞതാണ്. ഓക്കെ. നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു പോയതാണ്. ഇതിൽ ഈ ഓപ്ഷൻ തന്നെ, അതായത് അതിലെ പ്രധാനപ്പെട്ട ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അർക്ക അല്ലെ. അർക്ക ഞാൻ പറഞ്ഞു. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി ഇതാണ് വെണ്ടയുടെ പ്രധാന സങ്കര ഇനങ്ങൾ. ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഇതിൽ ഈ അർക്ക നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഈ കോഴിനെ എന്തെങ്കിലും അറക്കാൻ പോകുമ്പോൾ ഈ കോഴിക്ക് സംസാരിക്കാം, നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അഥവാ അതിന് നമ്മളോടൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് പറയും അയ്യോ വേണ്ട വേണ്ട എന്ന് പറയില്ലേ. അറക്കാൻ പോകുമ്പോ എന്ത് പറയും? വേണ്ട വേണ്ട എന്ന് പറയും. അപ്പൊ അർക്ക, വെണ്ട, വേണ്ട എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. അറക്കാൻ പോകുമ്പോ എന്ത് പറയും? അയ്യോ വേണ്ട വേണ്ട എന്ന് പറയും. അപ്പോ അർക്ക എന്താണ്? വെണ്ട. ഓക്കെ. അർക്ക, വെണ്ട അങ്ങനെ കണക്ട് ചെയ്യുക. ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലാസ് കാണാത്തവർ ക്ലാസ്സിൽ തന്നെ പോയി കാണുക. അതാകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഓരോന്നും ഫുള്ള് പഠിച്ചു പോയിക്കോളും. ഓക്കെ. ഇവിടെ നമുക്ക് അത്രയും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു വന്നതാണ്. നല്ലൊരു റിവിഷൻ തരാനേ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അർക്ക എന്തിന്റെയാണ്? വെണ്ടയുടേതാണ്. എന്നാലും എനിക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അർക്ക, വെണ്ട. എന്താണ് അർക്ക? അയ്യോ വേണ്ട വേണ്ട എന്ന് കോഴി പറയുന്നത് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അറക്കാൻ പോകുമ്പോ വേണ്ട വേണ്ട എന്ന് പറയും അല്ലെ. അപ്പൊ അതും കിട്ടി. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെങ്ങിന്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏത്? ഇതിലേതൊക്കെയാണ് തെങ്ങിന്റെ സങ്കര ഇനങ്ങൾ? ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര അല്ലെ. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? ഈ തെങ്ങിന്റെ ഇടയിലൂടെ നമ്മൾ എന്ത് കാണും? ചന്ദ്രനെ കാണും അല്ലെ. തെങ്ങിന്റെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ രാത്രി ഒരു സ്ഥലത്ത് നിലാവൊക്കെ നോക്കി കിടക്കുകയാണെങ്കിൽ ഈ തെങ്ങിന്റെ ഇടയിലൂടെ നമ്മൾ ചന്ദ്രനെയും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും കാണും. അപ്പൊ ഈ ചന്ദ്രനെ കാണും എന്നത് കണക്ട് ചെയ്താൽ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര അല്ലെ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര കണക്ട് ചെയ്യുക. പിന്നെ ഏതാണ്? ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ. അപ്പൊ എന്താണ്? ലക്ഷഗംഗ.
അപ്പൊ ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഓക്കെ, അപ്പൊ അതും കിട്ടിയല്ലോ. എങ്ങനെ കണക്ട് ചെയ്യാ? നിലാവിൽ നമ്മൾ ഇങ്ങനെ തെങ്ങിന്റെ ഇടയിലൂടെ നോക്കുമ്പോൾ ചന്ദ്രനെ കാണും എന്നുള്ളത് കണക്ട് ചെയ്യുക. അപ്പൊ ചന്ദ്രലക്ഷയും കിട്ടും, ചന്ദ്രശങ്കരയും കിട്ടും. പിന്നെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ഉണ്ടാവും. അപ്പോ ലക്ഷഗംഗയും നമുക്ക് കിട്ടും. താഴെ കൊടുത്തിരിക്കുന്നതിൽ തക്കാളിയുടെ സങ്കര ഇനം അല്ലാത്തത് ഏത്? ഏതാണ്? അക്ഷയ, അനഘ, മുക്തിയാണ് തക്കാളിയുടെ സങ്കര ഇനം. ഇതിലല്ലാത്തത് സുവർണയാണ്. സുവർണ ഏതാണ്? നെല്ലാണ് അല്ലെ? സുവർണ നെല്ലാണ്. അപ്പൊ അക്ഷയ, അനഘ, മുക്തി. അക്ഷയയിലെ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ, അക്ഷയയിലെ അനഘ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ മുക്തി ഉണ്ടാവും എന്ന് കണക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അക്ഷയ, അനഘ, മുക്തി. അക്ഷയ, അനഘ, മുക്തിയാണ് തക്കാളിയുടെ സങ്കര ഇനം. അക്ഷയ, അനഘ, മുക്തി. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ശരിയായത്. അപ്പൊ ഇതിലെ തെറ്റ് നമ്മൾ ശരിയാക്കണ്ടേ? ഹ്രസ്വ ഏതിൻ്റെതാണ്? ഹ്രസ്വ നെല്ലിൻ്റെതാണ്. ഹ്രസ്വ നെല്ല്, ഹ്രസ്വ നെല്ല്. ലോല, ലോല ഏതിൻ്റെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അത് പയറിൻ്റെതാണ്, നമ്മൾ പഠിച്ചു. പയറ്. പിന്നെ ഹരിത, സൂര്യ, ശ്വേത, ഹരിത, നീലിമ, വഴുതന. ഇത് ശരിയാണ്. പിന്നെ നീലിമ, നീലിമ ഏതിനെയാണ്? വഴുതന. നീലിമ, വഴുതന. അപ്പൊ ഇതിൽ ശരിയായത് ഏതാണ്? ഇതാണ്, ഹരിത വഴുതനയുടേതാണ്. ബാക്കി തെറ്റായതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഹ്രസ്വ നെല്ലിൻ്റെതാണ്, ലോല ഏതിൻ്റെതാണ്? പയറിൻ്റെതാണ്, ഹരിത വഴുതന, അതുപോലെ തന്നെ നീലിമയും വഴുതനയാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായത് മാത്രം കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായത്. അപ്പൊ സുവർണ നെല്ലാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? പ്രധാനപ്പെട്ട ഒരു നെല്ലാണ് സുവർണ. ഓക്കെ, അന്നപൂർണ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഇത് വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുന്ന ഒരു ചോദ്യമാണ്. സുവർണ അല്ലെ? വിറ്റാമിൻ എ, അതായത് ഏതിൽ നിന്നുമാണ് വിറ്റാമിൻ എ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ സുവർണ അരിയിൽ നിന്നുമാണ്. ഇനി ലക്ഷഗംഗ, തെങ്ങാണ്. ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്തതാണ്. ഇതും ശരിയാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, വഴുതന. അതും നമ്മൾ ശരിയാക്കിയതാണ്. പിന്നെ അക്ഷയ, അക്ഷയയിലെ അല്ലേ? അക്ഷയയിലെ അനഘ ചേച്ചിക്ക് നമ്മൾ പഠിച്ചതല്ലേ? അക്ഷയയിലെ അനഘ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ മുക്തി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഏതിൻ്റെതാണ്? തക്കാളിയുടേതാണ്. ഇത് തക്കാളിയുടേതാണ്. പച്ചമുളകല്ല. പച്ചമുളക് തെറ്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചില്ലേ? തക്കാളി നമ്മൾ പഠിച്ചു, വഴുതന, വെണ്ട, പിന്നെ അതുപോലെ തന്നെ പയർ. എല്ലാതും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് നമ്മൾ അതിന്റെ കോഡുകളൊക്കെ യൂസ് ചെയ്ത് ഒരു വട്ടം കൂടെ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിൽ നല്ല രീതിയിൽ ഒരു റിവിഷൻ നടന്നിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ക്ലാസ് ഒന്നുകൂടെ എന്തായാലും പോയിട്ട് കാണാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പെർഫെക്റ്റ് ആവും. ക്ലാസ് കാണാത്തവർക്ക് ഇത് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒന്ന് പഠിഞ്ഞു എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്നാലും ഏകദേശം ഒക്കെ പഠിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുക തന്നെ വേണം. അപ്പൊ അതിന് പോയിട്ട് ക്ലാസ് കാണുക. നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, സങ്കര ഇനങ്ങൾ എന്ന ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലെ ഓരോ നമ്മൾ എടുത്തു തീർക്കുന്ന ഓരോ ടോപ്പിക്കുകളും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ പോവുക. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഇത് ചോദ്യം വരുമ്പോൾ ആൻസർ ചെയ്യാനും കൂടെ നിങ്ങൾക്ക് പറ്റണ്ടേ? പഠിച്ചാൽ മാത്രം പോരല്ലോ. ഒരു ചോദ്യം കണ്ടത് എങ്ങനെ ആൻസർ ചെയ്യണമെന്നും കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പലർക്കും എന്തായാലും ഫുൾ മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അതായത് ഫുൾ സമാധാനത്തിൽ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ഫുൾ മാർക്ക് അടിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കൊക്കെ പോയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.